നെക്സ്റ്റ് ടോപ്പിക് ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ പറ്റിയല്ലേ പറഞ്ഞത്. ഇപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലേറ്റുകൾ അല്ലേ, ഇങ്ങനെയുള്ള രണ്ട് പ്ലേറ്റുകൾ ഉണ്ടാവും. പ്ലേറ്റുകളിൽ ഒന്നിൽ പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞല്ലേ, ബാറ്ററി വെച്ചിട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ട് ചാർജ് എങ്ങനെ കിട്ടുന്നതല്ല നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ബാറ്ററി ഒന്നും നമ്മൾ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ അത്രയും അതിന് തുല്യമായ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ പ്ലസ് ക്യൂ ആണ് ചാർജെങ്കിൽ നമുക്കിതിൽ മൈനസ് ക്യൂ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പ്ലേറ്റാണ്. ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നായിരുന്നു. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി, സിഗ്മ എന്ന് വെച്ചാൽ ക്യൂ ബൈ എ. ഈ സിഗ്മ ബൈ എപ്സിലോൺ 0 കിട്ടി എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലാണ് ചെയ്തത്. ശരിക്കും ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന ഇത് രണ്ടിൻ്റെയും കൂടിയുള്ള ഫീൽഡാണ് നമ്മൾ പറഞ്ഞത് സിഗ്മ ബൈ എപ്സിലോൺ 0. ശരിക്കും ഇങ്ങനെയായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനിൽ ഷീറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തില്ലേ, ഒരു സിലിണ്ടറെല്ലാം വരച്ചിട്ട് നമ്മൾ ഫീൽഡ് കണ്ടി, ഗോസിയൻ സർഫസ് എല്ലാം വരച്ചിട്ട് നമ്മൾ ഫീൽഡ് കണ്ടിന്. അതിൽ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഒരു ഷീറ്റിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. പിന്നെ എങ്ങനെ ഇവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0 ആകുന്നത്? കാരണം ഇവിടെ രണ്ട് ഷീറ്റ് ഉണ്ട്. ഇത് പോസിറ്റീവ് ഷീറ്റ് അല്ലേ, ഒരു ഷീറ്റിൻ്റെ കാര്യം എന്നാ പറഞ്ഞത്. ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പോസിറ്റീവ് ആയതുകൊണ്ട് എവേ. ഈ ഷീറ്റിൻ്റെ ഫീൽഡ് നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ആയതുകൊണ്ട് അതിന് ടുവേർഡ്സ് അതും ആ ഷീറ്റ് ഉണ്ടാക്കുന്ന ഫീൽഡ് ടുവേർഡ്സ്. അപ്പോൾ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. അപ്പോൾ ഒരു ഷീറ്റിൻ്റെ ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0, ആ ഷീറ്റിൻ്റെ ഫീൽഡും സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇത് പോസിറ്റീവിൽ നിന്ന് എവേ, നെഗറ്റീവിന് ടുവേർഡ്സ്. അപ്പോൾ രണ്ടും സെയിം ഡയറക്ഷൻ. അപ്പോൾ രണ്ട് സെയിം ഡയറക്ഷൻ മൊത്തത്തിൽ ഇങ്ങനെ വരും. അപ്പോൾ സെയിം ഡയറക്ഷൻ ആകുമ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത് രണ്ടും ആഡ് ചെയ്ത് ഇങ്ങനെ കിട്ടും. അതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫീൽഡ് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതുന്നത്. ശരിക്കും ഒരു ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ടും തമ്മിലുള്ള ഫോഴ്സ് ചെയ്താണ്. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുണ്ടാകുന്ന കപ്പാസിറ്ററിൽ, ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, ഇങ്ങനെയുള്ള രണ്ട് പ്ലേറ്റുകളാണ് ഉണ്ടാവുക. ഈ പ്ലേറ്റുകളിലാണ് ചാർജിനെ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവില്ലേ, ഈ പ്ലേറ്റുകൾ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവില്ലേ? ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ ഫിക്സഡായി നിർത്തിയോണ്ട് ഇവർ വന്ന് അട്രാക്ട് ചെയ്ത് ഇങ്ങനെ ചേരുമെന്നില്ല. എങ്കിലും ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. പക്ഷേ ഫിക്സഡാക്കി വെച്ചിരിക്കും, എങ്കിലും ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഇതാണ്. F=QE എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചില്ലേ നിങ്ങൾ? F=QE. അപ്പോൾ F=QE എന്നുള്ള ഇക്വേഷൻ എഴുതി. F=QE എന്നുള്ള ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? F=QE. F=QE എടുക്കുമ്പോൾ ഫോഴ്സ് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മൈനസ് ക്യൂ എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ ക്യൂ എന്ന് എടുത്താൽ ഫോഴ്സ് എഴുതുമ്പോൾ. അപ്പോൾ QE അതിൽ ഇതിൻ്റെ മുകളിലല്ലേ ഫോഴ്സ്, ഈ പ്ലേറ്റിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജ് എടുക്കണം, ഇതിൻ്റെ ചാർജ്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ക്യൂ, മൈനസ് ക്യൂ എടുക്കണ്ട, ക്യൂ നിർത്താം. ഫോഴ്സ് എഴുതുമ്പോൾ ക്യൂ നിർത്താം, മാഗ്നിറ്റ്യൂഡ് ക്യൂ നിർത്തായി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫോഴ്സ് F=Q നിർത്തായി. ഇനി QE, അതിൽ എന്ന് പറഞ്ഞാൽ ആരെ ഫീൽഡ്? നമ്മളിങ്ങനെയല്ലേ മുമ്പേ പറയുന്നില്ലേ, ഇതിൻ്റെ ഫീൽഡ് അവിടെ ഉണ്ടാവും അല്ലേ, ഈ ഷീറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള റിസൾട്ടൻ്റ് ഫീൽഡ് എല്ലാം എടുക്കണ്ടേ, ഇതിൻ്റെ ഫീൽഡ് അവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഫീൽഡ് കൊണ്ട് അതിൻ്റെ മുകളിൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഷീറ്റിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്. ഇതിൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവാൻ കാരണം, ഇതിൻ്റെ ഫീൽഡാണ്. അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് അവിടെ എത്രയാ? സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതിൻ്റെ ഫീൽഡ് എന്ന് പറയുമ്പോൾ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അപ്പോൾ Q ഇൻറ്റു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എടുക്കണം. അതേപോലെ ഇതിൻ്റെ മുകളിലുണ്ടാകും ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഫോഴ്സ് എഴുതുമ്പോൾ QE എന്ന് എടുക്കുക. QEയിൽ Q എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജും അതിൻ്റെ ഫീൽഡും. അതിൻ്റെ ഫീൽഡ് എത്ര തന്നെയാണ്? സിഗ്മ ബൈ 2 എപ്സിലോൺ 0 തന്നെ. ഓക്കെ, ഇനി സിഗ്മ Q ബൈ എ എന്നല്ലേ? സിഗ്മ Q ബൈ എ എന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ സിഗ്മ Q ബൈ എ കൊടുത്താലോ 1/2 എപ്സിലോൺ 0. ഇവിടെ ഒരു Q ഉണ്ട്. സിഗ്മ എന്ന് പറയുമ്പോൾ Q ബൈ എ അല്ലേ. അപ്പോൾ F=Q² ബൈ 2 എപ്സിലോൺ 0 A.
ക്യൂ സ്ക്വയർ ബൈ 2 അപ്സിലോൺ 0 എ. ഇങ്ങനെ കിട്ടും ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഫോഴ്സ്. ഫോഴ്സ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2 അപ്സിലോൺ 0 എ വരും. ക്യൂ സ്ക്വയർ ബൈ 2 അപ്സിലോൺ 0 എ. ഓക്കെ, ഇനിയോ, ഇനി ഇതിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന സമയത്ത് നമ്മളിങ്ങനെയല്ലേ പഠിച്ചേ, സി ഈക്വൽ ക്യൂ ബൈ വി. സി ഈക്വൽ ക്യൂ ബൈ വി എന്നാണ്. അതിൽ വി എന്ന് പറയുമ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പോസിറ്റീവ് പ്ലേറ്റ് ഹയർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് പ്ലേറ്റ് ലോവർ പൊട്ടൻഷ്യൽ, ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വി. അപ്പോൾ ക്യൂ ഈക്വൽ എന്ത് വരും? സി വി. ക്യൂ ഈക്വൽ സി വി. അപ്പോൾ ക്യൂവിന് വരെ സി വി കൊടുത്താൽ ഇവിടെ സി വി വരും. അപ്പോൾ സി സ്ക്വയർ വി സ്ക്വയർ വരും. സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ 2 അപ്സിലോൺ 0 എ. ഓക്കെ, ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അല്ലേ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇതിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ഇടയിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ, ഈ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഈ സ്പേസ് ഫ്രീ സ്പേസ് ആണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല എന്നാ പഠിച്ചത്? അപ്സിലോൺ 0 എ ബൈ ഡി. മീഡിയം വെച്ചാലോ, ഡൈലക്ട്രിക് മീഡിയം, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളത് എടുത്തത് ഫുള്ളായിട്ടൊരു ഡൈലക്ട്രിക് മീഡിയം വെച്ചാൽ കെ അപ്സിലോൺ 0 എ ബൈ ഡി. കെ കോൾഡ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ്. അങ്ങനെയല്ല, ഇപ്പോൾ ഒന്നുമില്ലാന്ന് ഇരിക്കും, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാന്ന് ഇരിക്കും. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഫോമുല എന്നാ? അപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ സിക്ക് പകരം അപ്സിലോൺ 0 എ ബൈ ഡി വരും അല്ലേ. അപ്പോൾ ഇവിടെയുള്ളത് സി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഈക്വൽ ടു സി എന്ന് പറയുമ്പം അപ്സിലോൺ 0 എ ബൈ ഡി. അപ്സിലോൺ 0 എ ബൈ ഡി ആണ് സി അല്ലേ. സീൻ്റെ സ്ക്വയർ, അപ്പോൾ ഈ ഓരോന്നിൻ്റെ സ്ക്വയർ ഉണ്ട് അല്ലേ. ഇതിൻ്റെ സ്ക്വയർ ഉണ്ട്, അതുപോലെ ഇതിൻ്റെ സ്ക്വയർ ഉണ്ട്, ഇൻറ്റു വി സ്ക്വയർ. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വി സ്ക്വയർ ബൈ സി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ വി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പിന്നെ ഡിനോമിനേറ്ററിൽ 2 അപ്സിലോൺ 0 എ. 2 അപ്സിലോൺ 0 എ. ഇവിടെ അപ്സിലോൺ 0 എൻ്റെ സ്ക്വയർ ഉണ്ട്, ഇവിടെ അപ്സിലോൺ 0 എ ഉണ്ട്. അപ്പോൾ അപ്സിലോൺ 0 എയും ഒരു അപ്സിലോൺ 0 എയും പോയി. അപ്പോൾ പിന്നെ ഇവിടെ ബാക്കി ഒരു അപ്സിലോൺ 0 എ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് വരും? എഫ് ഈക്വൽ ടു അപ്സിലോൺ 0 എ, ഓക്കെ, ബൈ 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, പിന്നെ വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വി ബൈ ഡി ഓൾ സ്ക്വയർ. വി ബൈ ഡി ഓൾ സ്ക്വയർ. പിന്നെ നമ്മളിങ്ങനെ ഇക്വേഷൻ പഠിച്ചില്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവർ തമ്മിലെ ഡിസ്റ്റൻസ് അല്ലേ ഡി, രണ്ട് പ്ലേറ്റ് തമ്മിലെ ഡിസ്റ്റൻസ് അല്ലേ ഡി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈക്വൽ ടു ഇങ്ങനെ പഠിച്ചില്ലേ, ഇ ഡി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ചെയ്തതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും? ഇതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു വി ബൈ ഡി വരും. വി ബൈ ഡി, ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു വി ബൈ ഡി. അപ്പോൾ വി ബൈ ഡി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ് ആണ് ആ സ്പേസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ ഇ വരും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ എഫ് ഈക്വൽ ടു ഹാഫ് അപ്സിലോൺ 0 എ, ഇത് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് സ്ക്വയർ ഹാഫ് അപ്സിലോൺ 0 എ ഇ സ്ക്വയർ. ഇങ്ങനെ വരും ഫോഴ്സിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ പോസിറ്റീവ് ചാർജ്, ബാറ്ററി വെച്ച് നമ്മൾ ചാർജ് കൊടുത്തു, അങ്ങനെ ആകുമ്പോൾ ഒന്നിന് പോസിറ്റീവ് ഒന്നിന് നെഗറ്റീവ് വരും. അപ്പോൾ ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ക്യൂ സ്ക്വയർ ബൈ 2 അപ്സിലോൺ 0 എ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഹാഫ് അപ്സിലോൺ 0 എ ഇ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ പറ്റിയല്ലേ. ഇതുപോലെ സ്ഫെറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്, സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്, നോക്കാം. ഓക്കെ, നെക്സ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ. സ്ഫെറിക്കൽ കപ്പാസിറ്റർ, കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ. ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ. സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ പോട്ടെ, അത് പറയുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഒരു ഹോളോസ്ഫിയർ എടുത്തു. ഹോളോസ്ഫിയറിൻ്റെ വേറെ വരുന്ന സ്ഫെറിക്കൽ ഷെൽ അല്ലേ, സ്ഫെറിക്കൽ ഷെൽ. അപ്പോൾ ഇതിന് നമ്മൾ ചാർജ് നൽകി. ചാർജ് നിൽക്കുക ഇവിടെ മാത്രം, ഹോളോ ആണ്, ഇതിൻ്റെ സർഫസിൽ മാത്രമാണ് ചാർജ്. അപ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ കേസിൽ നമ്മൾ പഠിച്ചില്ലേ, ഇതിന് ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫീൽഡ് എന്താണ്? സീറോ. ഫീൽഡ് സീറോ, പക്ഷേ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റ്. അങ്ങനെ പഠിച്ചില്ലേ?
ഇതിൻ്റെ ഉള്ളിൽ ഫീൽഡ് 0. ഫീൽഡ് എവിടെയാണ് ഉണ്ടാവുക? സർഫസിൽ ഫീൽഡ് ഉണ്ടാവും അല്ലേ? ഇതിൻ്റെ മൊത്തം ചാർജ് ക്യൂ ആണെന്ന് വിചാരിച്ചോളൂ. സർഫസിൽ ഫീൽഡ് ഉണ്ട്. പിന്നെ ഔട്ട്സൈഡ് ഫീൽഡ് ഉണ്ട്. ഔട്ട്സൈഡും ഫീൽഡ് ഉണ്ട്. ഔട്ട്സൈഡ് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ആറാണെങ്കിൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ 1/4πε0 Q/r² എന്നല്ലേ? Q/r² ആണ് ഔട്ട്സൈഡ് ഫീൽഡ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരു സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അതിലിങ്ങനെയുള്ള രണ്ട് ഒരു സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ. ഇതിൻ്റെ റേഡിയസ് നമ്മൾ എ എന്നെടുത്തു. റേഡിയസ് എ. ഓക്കെ. ഇതിന് സറൗണ്ട് ചെയ്തുകൊണ്ട് ഇതേ സെൻറ്ററുള്ള കോൺസെൻട്രിക്കായ ഇതേ സെൻറ്ററുള്ള വേറൊരു സ്ഫെറിക്കൽ ഷെൽ ഉണ്ടാവും. സ്ഫെറിക്കൽ ഷെൽ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ എന്തൊക്കെയാണുള്ളത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ രണ്ട് പ്ലേറ്റുകൾ, പാരലലായിട്ട് രണ്ട് പ്ലേറ്റുകൾ. അതിന് പകരം ഇവിടെ രണ്ട് കണ്ടക്റ്റിംഗ് സ്ഫെറിക്കൽ ഷെൽസ്, സ്ഫെറിക്കൽ ഷെൽ, ഹോളോസ്ഫിയർ കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ. അതിന് പകരം ഇവിടെ ഇങ്ങനെയാണ്. ഇനി ഇതിൽ ഇന്നർ ഷെല്ലിന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തു. എന്ന് വിചാരിക്കും. എന്ത് സംഭവിക്കും? ഈ ഔട്ടർ ഷെല്ലിൻ്റെ റേഡിയസ് ഞാൻ എ എന്നെടുത്തു. ഔട്ടർ ഷെല്ലിൻ്റെ റേഡിയസ് ബി എന്നെടുത്തു. ഇന്നർ ഷെല്ലിൻ്റെ ഔട്ടറിൻ്റെ റേഡിയസ് ബി. അപ്പോൾ ഇന്നർ ഷെല്ലിന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തു. അപ്പോൾ എവിടെയാണ് ഫീൽഡ് ഉണ്ടാവുക, എവിടെയാണ് ഫീൽഡ് ഇല്ലാതിരിക്കുക? ഇതിൻ്റെ ചാർജ് ഞാൻ ക്യൂ എന്നെടുത്തു. ഓക്കെ. എവിടെ ഫീൽഡ് ഉണ്ടാവും? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവില്ല. ഇനി ഇത് കാരണം ഇതിൻ്റെ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ വരും. ഈ ഷെല്ലിൻ്റെ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ഈ പോയിൻ്റൊക്കെ വരില്ലേ, അതിലൊക്കെ ഫീൽഡ് ഉണ്ടാവും. ഇത് കാരണം ഇതിൻ്റെ ഔട്ട്സൈഡിൽ ഫീൽഡ് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇൻസൈഡിൽ എന്തില്ല? ഫീൽഡില്ല. പോട്ടെ. ഇവിടെ നമ്മൾ പോസിറ്റീവ് ചാർജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പോസിറ്റീവ് ചാർജ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് കണ്ടക്റ്റിംഗ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് എന്ത് ചെയ്യും? ഇതിലുള്ള ഫ്രീ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഫ്രീ ഇലക്ട്രോണെല്ലാം ഇങ്ങനെ ആയിരിക്കില്ലേ? ട്രാൻസ്ഫറിങ്, മൂവ്മെൻറ്റ്, ഷിഫ്റ്റിങ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോണിൻ്റെ ഇതിൻ്റെ അട്രാക്ഷൻ കാരണം ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ അവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നിടത്ത് പോസിറ്റീവ് ലഭിക്കുന്നിടത്തിന് ആ രൂപത്തിലല്ലേ ചാർജ് വരിക. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ സൈഡിൽ പോസിറ്റീവും ഇന്നർ സൈഡിൽ നെഗറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അല്ലാതെ അതിന് നമ്മൾ ചാർജ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിന് പോസിറ്റീവ് ചാർജ് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി മറ്റേതിലുള്ള ഫ്രീ ഇലക്ട്രോണിൻ്റെ കളി കൊണ്ട് അതിൽ ചാർജുകൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഔട്ടർ സൈഡിൽ പോസിറ്റീവും ഇന്നർ സൈഡിൽ നെഗറ്റീവും, ഫ്രീ ഇലക്ട്രോൺ. ഓക്കെ. അപ്പോൾ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇങ്ങനെ വരും. ഈ ഇന്നറിലുള്ള നെഗറ്റീവ് മാത്രം ഞാൻ കാണിച്ചേ, കാരണം ആ പോസിറ്റീവിനെ നമ്മളിപ്പോൾ റിമൂവ് ചെയ്യും. ഇവിടെ നെഗറ്റീവ്, അതുപോലെ അതിൻ്റെ ഔട്ടർ സൈഡിൽ ഫുള്ള് പോസിറ്റീവ് വരും. ഓക്കെ. ആ സൈഡ് നമ്മൾ പിടിച്ചങ്ങ് എർത്ത് ചെയ്യും. എർത്ത് ചെയ്താൽ എന്ത് ചെയ്യും? എർത്ത് ചെയ്താൽ സംഭവിക്കുക, അവിടെയുള്ള ചാർജ് ഔട്ടർ സൈഡ് നമ്മൾ എർത്ത് ചെയ്തു. അപ്പോൾ അവിടെയുള്ള ചാർജൊക്കെ അങ്ങ് പോവില്ലേ? എർത്ത് ചെയ്താൽ ആ ഭാഗത്തുള്ള ചാർജ് ന്യൂട്രലാവില്ലേ? അപ്പോൾ അവിടെ എർത്ത് ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള ചാർജൊക്കെ ന്യൂട്രലാക്കി. ഓക്കെ. എർത്ത് ചെയ്തു. ഇനി എന്താ കാണുന്നത്? ഈ സംഭവമാണ് സ്ഫെറിക്കൽ കപ്പാസിറ്റർ. ഇതാണ് സ്ഫെറിക്കൽ. അപ്പോൾ സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക? രണ്ട് സ്ഫെറിക്കൽ ഷെല്ലുകൾ ഉണ്ടാവും. ഇങ്ങനെ അതിൽ ഇന്നറിന് പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ഔട്ടറിൻ്റെ ഇന്നർ സൈഡിൽ നെഗറ്റീവും ഔട്ടർ സൈഡിൽ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ്. ഈ നെഗറ്റീവ് ഉണ്ടല്ലേ, അപ്പോൾ ഇത് എർത്ത് ചെയ്തല്ലോ. എർത്ത് ചെയ്ത് നിങ്ങൾ വിചാരിക്കും ഈ നെഗറ്റീവും പോകേണ്ടതെന്ന്. ഇതിൽ ഇന്നർ സൈഡിൽ നെഗറ്റീവ് ഇല്ലേ, അതും പോകേണ്ടതെന്ന് വിചാരിക്കും. എർത്ത് ചെയ്താൽ ന്യൂട്രലാവില്ലേ? പക്ഷേ ഇവിടെ ആരുണ്ട്? പോസിറ്റീവ് ഉണ്ട്. ഈ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ നെഗറ്റീവ് അവിടെ തന്നെ നിൽക്കും. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ എർത്ത് ചെയ്തിട്ട് പോസിറ്റീവിനെ നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ ഇന്നർ ഷെല്ല് പോസിറ്റീവ് അല്ലേ, ഔട്ടർ ഷെല്ല് ഇപ്പം നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഹയർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലോവർ പൊട്ടൻഷ്യൽ. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും തമ്മിൽ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഷെല്ലുകളും തമ്മിൽ ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ. ഓക്കെ. ഇനി ഇവിടെ എവിടെയൊക്കെ ഫീൽഡ് ഇല്ലാതിരിക്കുക, എവിടെയാണ് ഫീൽഡ്? ഇതിപ്പോൾ ഇതിൻ്റെ ഏറ്റവും
ഏറ്റവും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒന്നാമത്തെ ഷെല്ലിൻ്റെ ഇൻസൈഡ് അല്ലേ, ഇൻസൈഡിൽ ഫീൽഡ് ഇല്ല. ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ സ്ഥലം രണ്ടാമത്തതിൻ്റെയും ഇൻസൈഡാണ്. ഇൻസൈഡിൽ എന്തില്ല, ഇതിൻ്റെ ഷെല്ലിൻ്റെ ഇൻസൈഡിൽ നമ്മൾ പഠിച്ചു തന്നാൽ ഫീൽഡ് ഇല്ല. അപ്പോൾ ഈ സ്ഥലത്ത് തീർച്ചയായിട്ടും ഫീൽഡ് ഉണ്ടാവില്ല, കാരണം ഇതിൻ്റെയും ഇൻസൈഡാണ് അതിൻ്റെയും ഇൻസൈഡാണ്. അപ്പോൾ ഈ സ്ഥലത്ത് ഫീൽഡ് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്താലോ, നിങ്ങൾ എടുത്ത് നോക്കൂ, ഇവിടെ ഒരു പോയിൻ്റ് എടുത്താലോ, ഈ പോയിൻ്റ് ഉള്ളത് ഈ ഷെല്ലിൻ്റെ ഇതിൻ്റെ ഇൻസൈഡാണ്. ഇതിൻ്റെ ഇൻസൈഡാകുമ്പോൾ ഫീൽഡ് ഇല്ല, അതിൻ്റെ ഫീൽഡ് ഇല്ല. കാരണം ഇതിൻ്റെ ഇൻസൈഡല്ല, ഇൻസൈഡിൽ ഫീൽഡ് ഇല്ലാന്നല്ല പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇൻസൈഡ് ആയതുകൊണ്ട് ഫീൽഡ് ഇല്ല. കാരണം അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് ഇവിടെ ഇല്ല. പക്ഷേ ഈ പോയിൻ്റ് ഇതിൻ്റെ ഇന്നർ ഷെല്ലിൻ്റെ ഇതിൻ്റെ ഔട്ട്സൈഡ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്സൈഡാണ്. അപ്പോൾ അവിടെ ഫീൽഡ് ഉണ്ട്. ആരെ ഫീൽഡ് ഉണ്ട്? ഇതിൻ്റെ ഫീൽഡ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇൻസൈഡ് ആയതുകൊണ്ട് അതിൻ്റെ ഫീൽഡ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഫീൽഡ് ഇല്ല, പക്ഷേ ഇതിൻ്റെ ഫീൽഡ് ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ ഇതിൻ്റെ ഫീൽഡ് ഉണ്ടാവില്ല, ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ ഫീൽഡ് ഇല്ല. പക്ഷേ ഈ സ്ഥലത്ത് ഇതിൻ്റെ ഔട്ട്സൈഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫീൽഡ് ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഇൻസൈഡ് ആയതുകൊണ്ട് അതിൻ്റെ ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഷെല്ലിൻ്റെ ഫീൽഡ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് ഇവിടെ വരും. ഫീൽഡ് കണ്ടിക്കേഷൻ ഷെല്ലിൻ്റെ ഔട്ട്സൈഡ് അല്ല. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ 6 നിർത്തും. ഓക്കെ, ഔട്ട്സൈഡ്, ഈ ഷെല്ലിൻ്റെ ഔട്ട്സൈഡ് ഫീൽഡ് എത്രയാണ്? ഫീൽഡ് പഠിച്ച എത്രയാണ്? 1/4πε0 Q/r². അപ്പോൾ ഫീൽഡ് 1/4πε0 Q/r². അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഫീൽഡ് വേണം. അല്ലെങ്കിൽ പഠിച്ചെന്നാൽ ഈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഹയർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് എന്ത് വേണം? ഫീൽഡ് വേണം. പോസിറ്റീവ് ടു നെഗറ്റീവ് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഇടയിലുള്ള ഇവിടെ റീജിയനിൽ ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ റീജിയനിലെ ഒരു പോയിന്റിൽ നമ്മൾ ഫീൽഡിൻ്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ ഇക്വേഷൻ പഠിച്ചില്ലേ? E = -dv/dr. അപ്പോൾ dv = -edr. ഇതിൽ dv ആരാ? dv എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. dv എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 പോയിൻ്റ് എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ 2 പോയിൻ്റ് എടുത്തു. ഈ 2 പോയിൻ്റ് നമ്മൾ ഈ പോയിൻ്റ് ഹയർ പൊട്ടൻഷ്യൽ, ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടുന്ന് ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും പൊട്ടൻഷ്യൽ കുറഞ്ഞ് വരും എന്നല്ലേ അർത്ഥം. അപ്പോൾ ഈ 2 പോയിൻ്റ് വളരെ അടുത്തടുത്തുള്ള 2 പോയിൻ്റ് ആയിരിക്കും. അടുത്തടുത്തുള്ള 2 പോയിൻ്റ് എടുത്താൽ, ഇതിൻ്റെ ഇടയിലുള്ള 2 പോയിൻ്റ് എടുത്താൽ ഈ 2 പോയിൻ്റ് തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഈ ഭാഗമാണ്, ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ഭാഗമാണ് ഹയർ പൊട്ടൻഷ്യൽ, ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ഭാഗമാണ് ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഫീൽഡ്. അപ്പോൾ മൊത്തത്തിൽ ഫീൽഡ് ഇവിടുന്ന് അങ്ങോട്ടല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ, ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ. ഈ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഹയർ, ഇവിടെ ലോവർ, അങ്ങനെയല്ലേ? അപ്പോൾ ഈ 2 പോയിൻ്റ് തമ്മിൽ വളരെ അടുത്തടുത്തുള്ള 2 പോയിൻ്റ് നമ്മളെ ദൂരം dr ആണെന്ന് വിചാരിച്ചോ. ഇവർ നമ്മളെ ദൂരം dr. അപ്പോൾ ഈ 2 പോയിൻ്റ് തമ്മിൽ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇത്. എന്നാൽ dr ഡിസ്റ്റൻസിലുള്ള ഈ 2 പോയിൻ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടെയുള്ള ഈ പോയിൻറ്റും ഇവർ തമ്മിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെങ്കിൽ ഇപ്പോൾ ഞാൻ എഴുതിയത് ഇതിനുള്ളിലുള്ള 2 പോയിൻ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, dr ഡിസ്റ്റൻസിലുള്ള 2 പോയിൻ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇനി ഇവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ v എന്നെടുത്തു. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -edr. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് റീജിയൻ, ഈ റീജിയൻ്റെ അകത്തുള്ള ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ -edr. ഓക്കെ, ഇനി ശരിക്കും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കണ്ടേ? ശരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 പോയിൻ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 കുളമ്പിന, അങ്ങനെയല്ലേ പഠിച്ചത്? 1 കുളമ്പിന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ചെയ്യണം. 1 കുളമ്പിന ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിൽ എത്തിക്കാനുള്ള വർക്ക് എന്നല്ലേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചേ. അപ്പോൾ അതായത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കല്ലേ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ വിചാരിക്കുക, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ നിങ്ങൾ 1 കുളമ്പ്, ഇതെല്ലാം അസംഷനാണ്. 1 കുളമ്പ് വിചാരിക്കും. 1 കുളമ്പിന
ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ പറയുന്നത്. ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ 1 കുളമ്പിനെ ഇവിടുന്ന് ഇവിടെ എത്തിക്കാനുള്ള വർക്ക് എന്നാണ്. ഇവിടുന്ന് ഇവിടെ എത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്? ഇവിടുന്ന് ഇവിടെ എത്തിക്കുമ്പോൾ ഇതിലുള്ളത് പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് 1 കുളമ്പിനെ എന്ത് ചെയ്യും? 1 കുളമ്പിനെ റിപ്പൽ ചെയ്യല്ലേ ചെയ്യുക അല്ലേ? അപ്പോൾ ഇത് 1 കുളം പോസിറ്റീവ് 1 റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽഷൻ ആയിരിക്കും. അതിനെതിരെ വർക്ക് ചെയ്യണം. ഇവിടുന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെയല്ലേ അർത്ഥം? ആ വർക്കാണ് ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഡിയസ് ബി അല്ലേ? റേഡിയസ് ബി, ഇതിൻ്റെ റേഡിയസോ എ. അപ്പോൾ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വിടാന്ന് പറയുമ്പോൾ ബി ടു എ അങ്ങനെ പറയാം. മൈനസ് ഇ ഡി ആറിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓർമ്മിച്ചാലും മതി. മൈനസ് ഇ ഡി ആർ എടുക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് ലോവർ പൊട്ടൻഷ്യലും ടു ഹയർ പൊട്ടൻഷ്യൽ ഇവിടെ അങ്ങനെ കൊടുക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഇനി നിങ്ങൾ മൈനസ് ഇ ഡി ആർ എടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണം. അതല്ല പ്ലസ് ഇ ഡി ആർ എടുക്കുന്നെങ്കിൽ ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ, ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ അങ്ങനെ കൊടുത്തായി. അപ്പോൾ ഞാൻ ശരിക്കും നമ്മൾ ഇക്വേഷൻ പഠിച്ച മൈനസ് ഇ ഡി ആർ എന്നല്ല. അപ്പോൾ മൈനസ് ഇ ഡി ആർ എന്ന് പറയുമ്പോൾ മൈനസ് ഇ ഡി ആർ അങ്ങനെയാണ്. ഇവിടെ ലോവർ, ഇവിടെ ഹയർ. ലോവർ എന്ന് പറയുമ്പോൾ റേഡിയസ് ബി അല്ലേ? ബി ആണ് അല്ല, ഇതല്ലേ ഹയർ പൊട്ടൻഷ്യൽ പോസിറ്റീവ്. അപ്പോൾ ലോവർ എന്ന് പറയുമ്പോൾ റേഡിയസ് ബി, ഹയർ എന്ന് പറയുമ്പോൾ റേഡിയസ് എ. അപ്പോൾ ലിമിറ്റ് 1 കുളമ്പിന ഇവിടെ മുതൽ ഇവിടെ വരെ അല്ലേ എത്തിക്കുന്നത്? ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ബി, ഈ ഡിസ്റ്റൻസ് എ. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ ബി ടു എ. ഇത് നിങ്ങൾക്ക് എ ടു ബി ചെയ്താൽ എ ടു ബി എടുക്കുമ്പോൾ നിങ്ങൾ പ്ലസ് ഇ ഡി ആർ എടുക്കണം. അതാ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വി ഈക്വൽ ടു മൈനസ് പുറത്തെടുത്തു, ഇൻ്റഗ്രൽ ബി ടു എ ഈക്ക് വരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 Q/r² dr. അപ്പോൾ വി ഈക്വൽ ടു മൈനസ് 1/4πε0 Q പുറത്തെടുത്താൽ ഇൻ്റഗ്രൽ ബി ടു എ r² ടേക്ക് ന്യൂമറേറ്റർ. അപ്പോൾ r⁻² dr. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സ്ഫെറിക്കൽ ഷെൽ. ഇതും ഈ ഷെല്ലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു മൈനസ് 1/4πε0 Q. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ റിസൾട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു r⁻² dr. ഇതിനെ ഇൻ്റഗ്രേറ്റ് r⁻n+1/n+1 അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് -1/r കിട്ടുക. ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് -1/r കിട്ടും. -1/rൻ്റെ ലിമിറ്റ് ബി ടു എ, ബി എ. ഇതിൽ മൈനസ് എന്താവും? പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു ഓക്കെ ആദ്യം ആറിന് വരെ എ അല്ലേ? 1/a മൈനസ് 1/b ഇങ്ങനെ കിട്ടി. റെഡി അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു ബി മൈനസ് എ ബൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബി ഇങ്ങനെ വരിക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങനെ കിട്ടും. നമ്മൾ കണ്ടത് ഈ ഷെല്ലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് കണ്ട ഫോമിൽ എന്നാ സി ഈക്വൽ ടു ക്യൂ ബൈ വി. ഓക്കെ, കപ്പാസിറ്റൻസ് സി ഈക്വൽ ടു ക്യൂ ബൈ വി എടുക്കുമ്പോൾ അതിൽ ക്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒന്നിലുള്ള ചാർജാണ്. ഇതിൽ ക്യൂ മറ്റേ മൈനസ് ക്യൂ ഉണ്ടാവും. ഒന്നിൻ്റെ അകത്തുള്ള ചാർജാണ് എടുക്കേണ്ടത്, ക്യൂ ബൈ വി. ഇനി വി എന്ന് പറയുമ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ സി ഈക്വൽ ടു ക്യൂ ബൈ വി. വി എന്ന് പറയുമ്പോൾ ഇത് 1/4πε0 Q ഇൻറ്റു ബി മൈനസ് എ ബൈ എ ബി. ക്യൂ ആൻഡ് ക്യൂ ക്യാൻസൽ. ഈ ഡിനോമിനേറ്റർ ടേം കംപ്ലീറ്റ് ന്യൂമറേറ്ററിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ 4πε0 AB. 4πε0 AB കംപ്ലീറ്റ് ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ കപ്പാസിറ്റൻസ് ഉണ്ടാവും 4πε0 AB 4πε0 AB ബൈ ബി മൈനസ് എ ബി. ഇതാണ് സ്ഫെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റർ. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ആരുണ്ടാവുക? പാരലായിട്ട് 2 പ്ലേറ്റുകൾ ഉണ്ടാവും. അതിൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടും. സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കോൺസെൻട്രിക് ആയ ഒരേ സെൻറ്ററുള്ള ഇങ്ങനെയുള്ള 2 സ്ഫെറിക്കൽ ഷെല്ലുകൾ ഉണ്ടാവും. അതിൻ്റെ സർഫസിലാണ് ചാർജുകൾ സ്റ്റോർ ചെയ്യപ്പെടുക. ഓക്കെ,
അപ്പോൾ അതിൽ എ എന്ന് പറയുന്നത് ഇന്നറിൻ്റെ റേഡിയസും ബി ഔട്ടറിൻ്റെ റേഡിയസും. ഇതാണ് അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല. കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയും. കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ. ഓക്കെ, നെക്സ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് എ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലിണ്ട്രിക്കൽ കപ്പാസിറ്ററാണ്. സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ, കപ്പാസിറ്റൻസ് ഓഫ് എ സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ ഓഫ് എ സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ. സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്ഫെറിക്കൽ കപ്പാസിറ്റർ 2 ഹോളോസ്ഫിയർ അങ്ങനെ ഉണ്ടാവുന്നറില്ലേ. സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ 2 കണ്ടക്റ്റിംഗ് ആയ 2 സിലിണ്ടറാണ് ഉണ്ടാവുക. സിലിണ്ടർ, കൊയാക്സിയൽ സിലിണ്ടർ. കൊയാക്സിയൽ സിലിണ്ടർ ഒരേ ആക്സിസ് ഉള്ള 2 സിലിണ്ടർ ഉണ്ടാവും, കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവും. ഉള്ളിൽ ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെ ഔട്ട് സൈഡിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സിലിണ്ടറിൻ്റെ, സിലിണ്ട്രിക്കൽ വയർ, ഒരു തിൻ വയറിൻ്റെ അല്ല ലോങ് വയറാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതുണ്ടാക്കുന്ന ഫീൽഡ് λ/2πε0r പഠിച്ചില്ലേ? λ/2πε0r ആണ് r ഡിസ്റ്റൻസിലുള്ള ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. ലോങ് വയർ ഉണ്ടാക്കുന്ന വയർ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടർ പോലെ വിചാരിക്കും. ഇതുണ്ടാക്കുന്ന ഫീൽഡ് λ/2πε0r. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ തിന്നായൊരു സിലിണ്ടർ ഉണ്ടാവും. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു വയർ പോലെ, ഈ ഉള്ളിൽ കാണിക്കുന്ന സിലിണ്ടറിനെ നമ്മളൊരു വയർ പോലെ വിചാരിച്ചാൽ, നമ്മൾ വരക്കുമ്പോൾ കുറച്ച് വലുതാക്കി വരക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ജസ്റ്റ് ഒരു വയർ പോലെ വിചാരിച്ചാൽ മതി. അത്രയും തിന്നായിട്ടുള്ളൊരു സിലിണ്ടർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇന്നർ സിലിണ്ടർ ഇല്ലേ, ഇന്നർ സിലിണ്ടറിന് പോസിറ്റീവ് ചാർജ് കൊടുത്തു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സംഭവം ഇവിടെ നടക്കൂലേ. എല്ലാ കപ്പാസിറ്ററിൽ ജനറലായിട്ട് പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. ഇന്നർ സിലിണ്ടറിന് നമ്മൾ പോസിറ്റീവ് ചാർജ് കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഔട്ടർ സിലിണ്ടറിലുള്ള കണ്ടക്റ്റിംഗ് അല്ലേ, അപ്പോൾ അതിലുള്ള ഫ്രീ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ ഉള്ളിൽ വന്നിക്കുമ്പോൾ ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, കാരണം ഇത് ഫ്രീ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യൂലേ. അപ്പോൾ ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ഔട്ട് സൈഡിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ഈ പോസിറ്റീവ് ചാർജിനെ എർത്തിങ് വഴി ഒഴിവാക്കും. പോസിറ്റീവ് ചാർജിനെ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സൈഡിലുള്ള പോസിറ്റീവ് ചാർജ് ഒഴിവായി. എവിടെയാണ് ഫീൽഡ് ഇല്ലാതിരിക്കുക? ഒന്ന്, ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്തില്ല? ഫീൽഡില്ല. ഇതിൻ്റെ ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവില്ല. അതുപോലെ ആ സിലിണ്ടറിൻ്റെ ഉള്ളിലും ഫീൽഡ് ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഫീൽഡ് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇവിടെ പോയിൻ്റ് എടുത്താലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പോയിൻ്റ് എടുത്താൽ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് അതിൻ്റെ ഫീൽഡ് ഇല്ല. പക്ഷേ ഇതിൻ്റെ പുറമേ ആകുമ്പോൾ എന്തുണ്ട്? ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ റീജിയനിൽ ഫീൽഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇത് പോസിറ്റീവ് അല്ലേ, ഇത് നെഗറ്റീവ് അല്ലേ, ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ. ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് എന്തുണ്ടാവും? ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ നിന്ന് ഓക്കെ, ഇതിൻ്റെ ഇന്നറിൻ്റെ റേഡിയസ് എ, ഔട്ടറിൻ്റെ റേഡിയസ് ബി. ഇന്നർ സിലിണ്ടർ റേഡിയസ് എ, ഔട്ടർ സിലിണ്ടർ റേഡിയസ് ബി. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതാണ് കോയാക്സിസ്, ഒരേ ആക്സിസ് ആണ് രണ്ടിനും അല്ലേ. ഇതാണ് സിലിണ്ടറിൻ്റെ ആക്സിസ് തുറന്നത്. ഇതിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ഈ സ്ഥലത്തുള്ള ഫീൽഡ്, ഫീൽഡ് കണ്ടിക്കേഷൻ ഇതൊരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതൊരു വയർ പോലെ വിചാരിച്ച വയർ സ്ട്രൈറ്റ് വയർ, അതുണ്ടാക്കുന്ന ഫീൽഡ് ഇൻഡിക്കേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഗോസ് തിയറത്തിന് ആപ്ലിക്കേഷൻ. ഫീൽഡ് കണ്ടിക്കേഷൻ ഇങ്ങനെയാണ് λ/2πε0r എന്നാണ് അല്ലേ. ഇനി നേരത്തെ ചെയ്ത അതേ സംഭവം dV = -EdR. V കാണാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. -EdR എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ലിമിറ്റ് എങ്ങനെ കൊടുക്കണം? ലിമിറ്റ് ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ പൊട്ടൻഷ്യൽ കൊടുക്കണം. അപ്പോൾ ലോവർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് ഉള്ളിലുള്ളതാണ് പോസിറ്റീവ് ചാർജ്, ഉള്ളിലുള്ള പോസിറ്റീവ്. അപ്പോൾ ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യൽ. ലോവർ പൊട്ടൻഷ്യലിൻ്റെ റേഡിയസ് എത്രയാണ്? ബി. ഹയർ പൊട്ടൻഷ്യലിൻ്റെ എയും. അപ്പോൾ B/A. നേരത്തെ ചെയ്ത അതേ സംഭവം തന്നെ, B/A. ഇനി അതല്ല നിങ്ങൾക്ക് A/B എടുക്കുക. A/B എടുക്കുമ്പോൾ ഇത് +EdR എന്ന് എടുക്കണമെന്നേ ഉള്ളൂ, +EdR. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് = B/A മൈനസ് പുറത്തെടുത്തു. E എന്ന് പറയുമ്പോൾ ഇതാ λ/2πε0r dr, EdR. അപ്പോൾ ഇതിൽ നിന്ന് -λ/2πε0r
2 pi epsilon 0 take outside. Okay, integral 1 by r dr. Integral 1 by r b to a. Integral 1 by r dr എന്ന് പറഞ്ഞാൽ log r. പഠിച്ചില്ലേ? നാച്ചുറൽ ലോഗ് ആർ അല്ല, ഇൻ്റഗ്രൽ 1 by r dr എന്ന് പറഞ്ഞാൽ log r ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2 pi epsilon 0 ഇതിൻ്റെ നാച്ചുറൽ ലോഗ് ആർ. ലിമിറ്റ് ഇവിടെ ബി ഇവിടെ എ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു മൈനസ് ലാംഡ ബൈ 2 pi epsilon 0 ലോഗ് ആറിന് വരെ ആദ്യം എ അല്ലേ, ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി. പക്ഷേ ഒരു കാര്യം ചെയ്യും, ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ ലാംഡ ബൈ 2 pi epsilon 0 ഇൻറ്റു മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താവും, ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മൈനസ് ആവും, മൈനസ് മൈനസ് ഇത് പ്ലസ് ആവും, അപ്പോൾ പ്ലസ് ആവുന്ന ആദ്യം എഴുതിക്കോ. അപ്പോൾ ലോഗ് ബി ഇത് പ്ലസ് ആവും, ഇതെന്താവും മൈനസ് ആവും, മൈനസ് ലോഗ് എ ആവും. ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാവും ലോഗ് ബി മൈനസ് ലോഗ് എ എന്ന് പറഞ്ഞാൽ ലോഗ് ബി ബൈ എ. അപ്പോൾ ലാംഡ ബൈ 2 pi epsilon 0 ലോഗ് ബി മൈനസ് ലോഗ് എ, അപ്പോൾ ലോഗ് ബി ബൈ എ. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിലിണ്ടർ. ഈ സിലിണ്ടറും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിയില്ലേ? ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ എൽ നിർത്തേ, ലെങ്ത്ത് എൽ നിർത്തും. ഇനി കപ്പാസിറ്റൻസ് എങ്ങനെയാണോ? കപ്പാസിറ്റൻസ് ഈക്വൽ ടു ക്യൂ ബൈ വി. വി എന്ന് പറയുമ്പോൾ എന്നാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഒന്നിലുള്ള ചാർജ്, ഒരു സിലിണ്ടറിൽ ഉണ്ടാകുന്ന ചാർജ്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് ഈക്വൽ ടു ക്യൂ ബൈ വി. വി എത്രയാ? ലാംഡ ബൈ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലാംഡ ബൈ 2 pi epsilon 0 ഇൻറ്റു ലോഗ് ബി ബൈ എ. ഇനി നമ്മൾ ക്യൂനെ മാറ്റുന്നു. ക്യൂനെ എങ്ങനെ മാറ്റും? നമ്മൾ ലാംഡ പഠിച്ചില്ലേ, ലാംഡ ഈക്വൽ എന്നാ ക്യൂ ബൈ എൽ. ലാംഡേൻ്റെ പേര് ലൈൻ ചാർജ് ഡെൻസിറ്റി അല്ലേ, ലൈൻ ചാർജ് ഡെൻസിറ്റി. ലാംഡ ഈക്വൽ ക്യൂ ബൈ എൽ പഠിച്ചില്ലേ? അപ്പോൾ ക്യൂ ഈക്വൽ എന്നാ ലാംഡ എൽ. ക്യൂ ഈക്വൽ ലാംഡ എൽ. അപ്പോൾ ഈ ക്യൂവിന് വരുമ്പോഴത്തേനെ വേണേൽ കൊടുത്തോ. ക്യൂ എന്ന് പറയുമ്പോൾ ലാംഡ എൽ അല്ലേ. അപ്പോൾ ഇവിടെ ലാംഡ എൽ കൊടുക്കും. ക്യൂവിൻ്റെ സ്ഥാനത്ത് ഞാൻ ലാംഡ എൽ എന്ന് കൊടുത്തു. ക്യൂ ഈക്വൽ ലാംഡ എൽ. അപ്പോൾ ലാംഡ ക്യാൻസൽ. അപ്പോൾ ഈ 2 pi epsilon 0 ഏറ്റവും താഴെയല്ലേ, അപ്പോൾ ഇതങ്ങ് മുകളിൽ പോകും. 2 pi epsilon 0 ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ കപ്പാസിറ്റൻസ് എന്താവും? കപ്പാസിറ്റൻസ് ഈക്വൽ ടു 2 pi epsilon 0 ന്യൂമറേറ്ററിലേക്ക് പോയാൽ 2 pi epsilon 0 L ബൈ 2 pi epsilon 0 L ബൈ ലോഗ് ബി ബൈ എ. ലോഗ് ബി ബൈ എ ഇങ്ങനെ വരും. എൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, എ ഇന്നർ സിലിണ്ടറിൻ്റെ റേഡിയസ്, ബി ഔട്ടർ സിലിണ്ടറിൻ്റെ റേഡിയസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പേരാണ് സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ. ഇതിൻ്റെ കപ്പാസിറ്റൻസ് കാണേണ്ടത്. കപ്പാസിറ്റൻസ് എന്ന ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ്, ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി, അതിൻ്റെ ഇക്വേഷനാണിത്. ഓക്കെ, അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ 2 പ്ലേറ്റുകൾ. സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2 സ്ഫെറിക്കൽ ഷെല്ലുകൾ. സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 കോയാക്സിയൽ ആയിട്ടുള്ള 2 സിലിണ്ടർ. ഓക്കെ, എല്ലാത്തിനും ഒരേ മെത്തേഡാണ്. ആദ്യം ഈ രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടു, എന്നിട്ട് കപ്പാസിറ്റൻസ് ഈക്വൽ ക്യൂ ബൈ വി കൊടുക്കുക. അതാണ് മെത്തേഡ്. ഓക്കെ, റെഡി? അപ്പോൾ ഇപ്പോൾ ടൈമായി, ബാക്കി അടുത്ത ക്ലാസ് പറയാം.